ഹോണ്ട ആക്റ്റീവയാണ്. ആക്റ്റീവ 60 ആണ്. വണ്ടി ജനറൽ സർവീസായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വണ്ടി വലിയുടെ ഒരു കുറവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ അത്ര വലിയൊരു പ്രോബ്ലമായിട്ടൊന്നും തോന്നുന്നുള്ളൂ. നമ്മൾ ജനറൽ സർവീസ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. അതിന് ശേഷം വണ്ടി ഒന്ന് ടെസ്റ്റ് വന്നതാണ്. പിന്നെ നമുക്ക് അല്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫ്യൂൽ ഇഞ്ചക്ടർ ഈ പമ്പ് അഴിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഫിൽറ്റർ വന്നിട്ട് ആ ഫിൽറ്റർ നമുക്കൊന്ന് മാറ്റിയിടണം. അതേപോലെ തന്നെ ഇഞ്ചക്ടർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇഞ്ചക്ടർ മാറ്റിയിട്ടുണ്ട്. ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ ഈ യൂണിറ്റാണ് കേട്ടോ. പക്ഷേ അതിനും മാത്രം അതിനുള്ളൊരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നത് ചേട്ടാ. അത് രണ്ടും വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നമുക്കിപ്പോൾ ഫ്യൂൽ പമ്പ് മാത്രം അഴിച്ച് റെഡിയാക്കി വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 600-650 നമുക്ക് കോസ്റ്റ് വരും. ഇഞ്ചക്ടർ മാറ്റേണ്ടി വരിക, എന്തെങ്കിലും ഫോഴ്സ് കുറവോ അങ്ങനെ എന്തെങ്കിലും മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് 1160 അങ്ങനെ എന്താണ് അതിൻ്റെ റേറ്റ് വരിക. കറക്റ്റ് റേറ്റ് നോക്കിയാൽ അറിയുള്ളൂ. ഏകദേശം അത്രയും ചിലവ് തന്നെയുണ്ട്. പക്ഷേ ഇത്രയും പൈസ മുടക്കാനും മാത്രമുള്ളൊരു കംപ്ലയിൻറ്റ് നമുക്ക് ഓടിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കിട്ടണില്ല കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ഓപ്പണായിട്ടൊന്ന് വാഷ് ചെയ്ത് പോവുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം ഒരുവിധം നല്ല രീതിയിൽ തന്നെ ചെളിയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് ഓടിച്ച് നോക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ മലയാറ്റൂർ വന്ന് ഓടിച്ച് നോക്കി. പക്ഷേ പ്രത്യക്ഷത്തിൽ അങ്ങനെ ഫസ്റ്റ് എടുക്കുമ്പോൾ ചെറിയൊരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അതല്ലാതെ കൊണ്ട് മേജറായിട്ട് വല്ല മിസ്സിങ്ങോ റണ്ണിങ്ങിലോ ഓഫായി പോകണോ നമ്മളുണ്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിലവിൽ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് തന്നെ പമ്പിൻ്റെ ഫിൽറ്ററൊക്കെ ഇടയ്ക്ക് മാറ്റേണ്ടി വരാറുണ്ട്. നോർമൽ അത് സാധാരണ ഒരു 30,000-40,000 കിലോമീറ്ററൊക്കെ ആകുമ്പോഴത്തേക്കും വരാറ്. ചില കേസിൽ നേരത്തെ വരാറുണ്ട്. അത് നമ്മൾ അടിക്കുന്ന പെട്രോളിൻ്റെ ക്വാളിറ്റി ഒക്കെ പോലെ ഇരിക്കും. അപ്പം നിലവിലിപ്പോൾ അതിന് മാത്രമുള്ള പ്രോബ്ലമായിട്ട് തോന്നണില്ല. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കൂടെ വേണമെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് മാത്രം. അപ്പം എന്തെങ്കിലും നോക്കിയിട്ടൊന്ന് പറയാം, അതനുസരിച്ച് നമുക്ക് ചെയ്യാം.